ഇപ്പോൾ ശ്രീ ഷർഷാദ് തന്നെ വ്യവസായി ശ്രീ ഷർഷാദ് തന്നെ നമുക്കിപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ ഷർഷാദ്, താങ്കൾ നേരത്തെ സൂചിപ്പിച്ചിരുന്നു ഇപ്പോൾ അറസ്റ്റിന് പിന്നിൽ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയാണ് എന്ന്. അക്കാര്യത്തിൽ എന്താ കാര്യങ്ങൾ അങ്ങേക്ക് ഇപ്പോൾ കൂട്ടിച്ചേർക്കാൻ, തുറന്നു പറയാൻ കഴിയും? അല്ല, തീർച്ചയായിട്ടും എനിക്ക് ഫസ്റ്റ് വരുന്ന ലീഗൽ നോട്ടീസ് പി ശശിയുടെ, അതിലിപ്പം ആ കേസ് ഇപ്പം നിലവിൽ നിൽക്കുന്നുണ്ട്. അതിന്റെ കോർട്ട് ഹിസ്റ്ററി ഇപ്പം ഞാൻ ഡൗൺലോഡ് ചെയ്ത് നിങ്ങളെ റിപ്പോർട്ടർക്ക് കൊടുത്തിട്ടേ ഉള്ളൂ. പുള്ളിയാണ് എനിക്ക് ഫസ്റ്റ് രാജേഷിന് വേണ്ടിയിട്ട് ലീഗൽ നോട്ടീസ് അയക്കുന്നത്. ആ ലീഗൽ നോട്ടീസ് അയച്ച പ്രകാരമുള്ള കേസ്, അത് ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുതരാമെന്നും പറഞ്ഞിട്ട് എൻ്റെ അടുത്തുനിന്ന് ചെക്ക്, ഗ്യാരണ്ടി ചെക്ക് വാങ്ങിച്ചിട്ട് യാതൊരു ഇൻവെസ്റ്റ്മെന്റ് ഒരു 5 പൈസ പോലും കാശ് വരാതെയാണ് ആ ചെക്കിന് എന്നെ ഭയപ്പെടുത്താൻ വേണ്ടി ആ ചെക്കിനെ കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്ത്, ഇൻവെസ്റ്റ്മെന്റ് വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഇൻവെസ്റ്റേഴ്സ് ക്ലെയിം ചെയ്യുന്ന പോലെ അതിന് പ്രൂഫും ആണല്ലോ. ഇൻവെസ്റ്റ്മെന്റ് ഇല്ല, ഈ വരാതെ തന്നെ ആ ചെക്ക് കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്തിട്ട് അതിനെതിരെ കേസ് കൊടുത്തിട്ട് നോട്ടീസ് അയച്ചത്. ആദ്യത്തെ നോട്ടീസ് ഈ രാജേഷായിട്ടുള്ള ഡിസ്പ്യൂട്ടിൽ ഫസ്റ്റ് 2022 എനിക്ക് വരുന്നത് പി ശശിയുടെ ഓഫീസിൽ നിന്നാണ്. പിന്നെ അതിനുശേഷം ആ കേസ് ഇപ്പം കോടതിയിൽ, അതിപ്പോ അതിന്റെ ഹിസ്റ്ററി, ആ കേസ് ഹിസ്റ്ററി ഇപ്പൊ ഞാൻ നിങ്ങളെ ആ റിപ്പോർട്ടർ എന്നെ വിളിച്ച അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ട് ഞാൻ. അപ്പൊ അതിൽ ക്ലിയർ ആയിട്ട്, അത് ക്ലിയർ എവിഡൻസ് അല്ലേ, കോർട്ട് ഹിസ്റ്ററി ആണല്ലോ അത്. അല്ലെങ്കിലും വലിയൊരു സംശയമുണ്ടാകും. ഇപ്പോൾ താങ്കൾക്കെതിരെ ഇപ്പോൾ 2023 സ്ഥാപനത്തിന്റെ പേരിലല്ലേ, പെൻറ്റ എന്ന സ്ഥാപനം, താങ്കളുടെ നിയന്ത്രണത്തിലുള്ള പെൻറ്റ എന്ന സ്ഥാപനം, ആ സ്ഥാപനവുമായി ബന്ധപ്പെട്ട ലാഭം വാഗ്ദാനം ചെയ്ത് 40 ലക്ഷം രൂപ നിക്ഷേപം സ്വീകരിച്ചു. എന്താണ് ഈ കേസിന്റെ ആധാരം? എന്താണ് നേരത്തെ വന്ന വാർത്തകളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത്? അതും ഈ CPM രാഷ്ട്രീയവുമായി എങ്ങനെയാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത്? പെൻഡ എന്ന് പറയുന്ന സ്ഥാപനത്തിൽ ഒരുപാട് ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്. ഇപ്പൊ ഈ ഇൻവെസ്റ്റേഴ്സിന് 2023 ഇൻവെസ്റ്റ്മെന്റ് വന്നെങ്കിലും 24 വരെ അവർക്ക് റിട്ടേൺസ് കൊടുത്തിട്ടുണ്ട്. അടുത്ത ഒരു വർഷത്തെ റിട്ടേൺസിന്റെ മാത്രമേ പെൻഡിങ് ഉള്ളൂ അവർക്ക് കൊടുക്കാൻ. അവർക്ക് ഈ കേസ്, നമ്മളൊരു ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് എന്റെ പേഴ്സണൽ അക്കൗണ്ടിലേക്കൊന്നും കാശ് വാങ്ങിയതല്ല. അവർ കമ്പനി അക്കൗണ്ടിൽ ഡയറക്റ്റ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്താണ്. അതിനൊരു അഗ്രിമെന്റ് ഉണ്ട്. ആ അഗ്രിമെന്റിൽ ആർബിട്രേഷൻ ക്ലോസ് ഉണ്ട്. ജുഡീഷ്യൻ ചെന്നൈയാണ് പറഞ്ഞിരിക്കുന്നത്. ആർബിട്രേഷനിൽ പോയിട്ട് ആർബിട്രേഷൻ സെറ്റിൽമെന്റ് ആയില്ലെങ്കിലേ പിന്നെ അത് ലിറ്റിഗേഷനിലേക്ക് പോകാൻ പാടുള്ളൂ. ലിറ്റിഗേഷൻ കഴിഞ്ഞ് കോർട്ട് ഓർഡർ ഇട്ട് കഴിഞ്ഞാൽ മാത്രമേ ആ ഷെയർ ഹോൾഡേഴ്സിനൊക്കെ അറസ്റ്റ് ചെയ്യാനുള്ള വകുപ്പുള്ളൂ. നിങ്ങളിവിടെ എത്രമാത്രം ഇൻവെസ്റ്റേഴ്സ് തട്ടിപ്പ് കാണുന്നുണ്ട്, അതൊക്കെ അങ്ങനെയല്ലേ പ്രൊസീഡ് ചെയ്യുന്നത്. അതായത് പെട്ടെന്ന് വന്നിട്ട് ഒരു പുലർച്ചെ ഒരു വീട്ടിൽ നിന്ന് പിടിച്ചുകൊണ്ടുപോവുകയാണോ ചെയ്യുന്നത്? ഒരു നോട്ടീസ് പോലും അയച്ചിട്ടില്ലല്ലോ. അല്ല, എനിക്ക് അങ്ങനെ ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളാണോ ഞാൻ ഇതുവരെ ജീവിതത്തിൽ അങ്ങനെ ഒരു കോടതിയോ കേസോ കാര്യങ്ങളോ ഇല്ല. എന്റെ ആകെ ഈ രാജേഷ് കൃഷ്ണ ജീവിതത്തിൽ വന്ന മുതലുള്ള കേസുകളാണ് ഞാനിപ്പോ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് 50 വയസ്സായി. ഒരു FIR പോലും എന്റെ പേരിലില്ല. അല്ല, ഈ പാർട്ടി നേതാക്കൾക്ക് ഹവാല ഇടപാടിൽ ഉൾപ്പെടെ പങ്കുണ്ട്. അതായിരുന്നില്ലേ താങ്കൾ PVക്ക് നൽകിയ കത്തിന്റെ ഉള്ളടക്കം? ഒന്ന് രണ്ട് ആൾക്കാർ, അതായത് ഈ രാജേഷായിട്ട് ചുറ്റിപ്പറ്റിയുള്ള 1-2 ആൾക്കാർ ഞാൻ പേരെടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതിൽ പാർട്ടി സെക്രട്ടറിക്കൊന്നും യാതൊരു പങ്കുമില്ല. പാർട്ടി സെക്രട്ടറിയുടെ മകൻ എന്റെ സുഹൃത്താണ്. അവൻ മുഖേനയാണ് ഇവനെ പരിചയപ്പെടുന്നതും ചില ഡീലുകൾ നടന്നതും. അതില് മകൻ ചെയ്തതിന് നമുക്ക് അച്ഛനെ കുറ്റം പറയാൻ പറ്റില്ലല്ലോ. ഇപ്പൊ ഞാൻ ചെയ്ത ബിസിനസ്സിൽ ഇപ്പം ഇൻവെസ്റ്റേഴ്സിൽ ഞാൻ അറസ്റ്റിലായി, അതിന് എന്റെ പേരൻസിനെ കുറ്റം പറയാൻ പറ്റുമോ? അല്ല, ഇപ്പോൾ MV ഗോവിന്ദൻ CPMന്റെ സംസ്ഥാന സെക്രട്ടറിയാണ്. സ്വാഭാവികമായും പൊതുരംഗത്ത് നിൽക്കുന്ന ഒരാളെന്ന നിലയിൽ സാമ്പത്തിക കാര്യങ്ങളിലൊക്കെ അദ്ദേഹം സുതാര്യത പാലിക്കേണ്ടതുണ്ട്. അദ്ദേഹം ഇപ്പോൾ സുതാര്യത പാലിച്ചില്ല എന്നത് എവിടെയും ഇതുവരെയും നമുക്ക് വ്യക്തവുമല്ല. പക്ഷേ അതേസമയം തന്നെ പുള്ളിയുടെ കുടുംബവുമായി ബന്ധപ്പെട്ടൊരു ആരോപണം വരുമ്പോൾ അദ്ദേഹം വളരെ പവർഫുള്ളായ ഒരു പദവിയിലിരിക്കുമ്പോൾ, പാർട്ടി സെക്രട്ടറി എന്ന പദവിയിലിരിക്കുമ്പോൾ സ്വാഭാവികമാണ് അദ്ദേഹത്തിന് നേരെയും ഒക്കെ ആരോപണം ഉണ്ടാവുക. അത് രാഷ്ട്രീയമായി കൂടി അങ്ങനെ വരാനുള്ള സാധ്യതയുണ്ട്. ഈ മകന്റെ റോൾ എന്താണ് യഥാർത്ഥത്തിൽ? മകന്റെ റോൾ എന്താണ്? അല്ലല്ല, ഞങ്ങളെ മകനായിട്ടുള്ള ഡീലുകൾ നടക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഞങ്ങളെ തമ്മിലുള്ള പരിചയത്തിലുള്ള സമയത്ത് ഈ അദ്ദേഹം സെക്രട്ടറി ഒന്നും അല്ല. അത് 2018 നടന്ന കഥയാണ്. 2018 നടന്ന നമ്മളുടെ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അന്നത്തെ സെക്രട്ടറി അല്ലല്ലോ അദ്ദേഹം. സെക്രട്ടറി ഇപ്പോഴായതല്ലേ. അപ്പൊ അദ്ദേഹത്തിന് അതിലേക്ക് വലിച്ചേക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ നിങ്ങൾ CMന്റെ പേര് പറഞ്ഞതുകൊണ്ട് ഞാൻ പറയാണ്, CMന്റെ ഓഫീസ് എന്ന് പറയുന്നത്, CMന്റെ ഓഫീസിൽ പി ശശി മാത്രമേ എനിക്ക് പ്രശ്നക്കാരനായിട്ടുള്ളൂ, വേറെ ആരുമില്ല. CMന്റെ ഓഫീസിനെ നമ്മൾ ആക്ഷേപിക്കേണ്ട ആവശ്യമില്ല. ശശിയുടെ റോൾ എന്താണ് അക്കാര്യത്തിൽ? അങ്ങ് കുറെ കൂടി, കാരണം മുഖ്യമന്ത്രിയുടെ ഓഫീസ് എന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ പൊതു സംവിധാനത്തെ കൈകാര്യം ചെയ്യുന്ന ഓഫീസാണല്ലോ. അപ്പോൾ അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി എന്ന് പറയുമ്പോൾ, മുൻ കണ്ണൂർ CPM ജില്ലാ സെക്രട്ടറി എന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രി പൊളിറ്റിക്കൽ സെക്രട്ടറി, ഈ പി ശശിയുടെ റോൾ എന്താണ് താങ്കൾ ആരോപിക്കുന്നത്? പി ശശിയുടെ റോള്, പി ശശിയും രാജേഷ് കൃഷ്ണയും തമ്മിൽ പല ബന്ധങ്ങളുണ്ട്. സാമ്പത്തികമായും മറ്റെല്ലാം പുറത്തു പറയാൻ പറ്റാത്ത പല ബന്ധങ്ങളുണ്ട്. അത് ഞാനിപ്പോ ബെയിലിൽ നിൽക്കുകയാണ്. അപ്പൊ ബെയിൽ കണ്ടീഷനിൽ എൻ്റെ അടുത്ത് കൂടുതൽ കാര്യങ്ങൾ ഇപ്പൊ പറയാൻ പാടില്ല എന്ന് എൻ്റെ അഡ്വക്കേറ്റ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ 2-3 ദിവസം കൊണ്ട് ഞങ്ങളിപ്പം ഹൈക്കോടതിയിൽ മറ്റുള്ള പെറ്റീഷൻസ് ഒക്കെ ഫയൽ ചെയ്യാണ്. ഇതൊക്കെ ഫയൽ ചെയ്തതിന്റെ ശേഷം
ഞാൻ എനിക്കിപ്പോ കേരളം വിട്ടു പോകാൻ പാടില്ല, എന്റെ പാസ്പോർട്ട് കസ്റ്റഡിയിൽ വെക്കണം, എന്റെ ഫോൺ ഓൾറെഡി പോലീസുകാരെ കസ്റ്റഡിയിലാണ്. ഈ കേസിൽ 3 ദിവസം കൊണ്ട് ജാമ്യം കിട്ടിയ ഫോൺ എന്തിനാണ് ഇപ്പോഴും പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുന്നത്? അവർക്ക് എന്റെ ഫോണിലുള്ള തെളിവുകൾ നശിപ്പിക്കണം. ഇതൊക്കെ മുകളിൽ നിന്നുള്ള ആളാണ്. അപ്പൊ കേരളത്തിലെ പോലീസിനെ ഭരിക്കുന്നത് ആരാണ്? മനസ്സിലായില്ലേ? ശരി, പി ശശിക്കെതിരായ ആരോപണമാണ്. വേദ വ്യവസായി ഷർഷാദിന്റെ അറസ്റ്റിന് പിന്നിൽ ദുരൂഹതയുണ്ട് എന്ന ആരോപണമാണ് അദ്ദേഹം തന്നെ പറയുന്നത്.